പോരാട്ടങ്ങൾ നിലയ്ക്കുന്നില്ല. കോൺഗ്രസ് സിന്ദാബാദ്. സമരം വിജയിച്ചേ. കോൺഗ്രസ് സിന്ദാബാദ്. പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും നേതാക്കന്മാരെ, നമുക്കറിയാം, കഴിഞ്ഞ ബുധനാഴ്ച നമ്മൾ തുടങ്ങി വെച്ച ഈ ധർമ്മസമരം 7 ദിവസവുമായി ശക്തമായി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ സമരത്തിന് ഇന്ന് രാവിലെ ആദ്യമായി VC നമ്മളെ ചർച്ചയ്ക്ക് വിളിക്കുകയുണ്ടായി. 7 ദിവസം നമ്മളോട് നിസ്സംഗമായി പെരുമാറിയ VC യൂത്ത് കോൺഗ്രസിന്റെ അതിശക്തമായ സമരത്തിന്റെ ഒരു പ്രതിധ്വനി, ആ പ്രതിധ്വനിയോട് പ്രതികരണം എന്ന രൂപത്തിൽ ഇന്ന് രാവിലെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രതിനിധി, അതുപോലെ CLR പ്രതിനിധി അവരെ ചർച്ചയ്ക്ക് വിളിക്കുകയും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു തീരുമാനം യൂത്ത് കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ സമര പോരാളി പ്രിയപ്പെട്ട റിയാസ് മുക്കോളി, അദ്ദേഹം കഴിഞ്ഞ 7 ദിവസമായി ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയും 30 വർഷമായി ഇവിടെ ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ട CLR സഹോദരിമാരുടെ 30 വർഷമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന CLR സഹോദരിമാർ, അവർ 22 ദിവസമായി അവർ നടത്തിവരുന്ന സമരത്തിന് എല്ലാ തരത്തിലുള്ള ഒരു വിജയം നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ ചർച്ചയിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധിയെ പങ്കെടുത്ത പ്രിയപ്പെട്ട നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് നിതീഷ് ചർച്ചയിലെ വിശദാംശങ്ങൾ നമ്മളോട് വിശദീകരിച്ച് സംസാരിക്കും. അദ്ദേഹത്തെ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടി സാദരം ക്ഷണിക്കുന്നു. ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സമരഭടന്മാരെ, നമുക്കറിയാം, 7 ദിവസമായി കാലിക്കറ്റ് സർവകലാശാലയുടെ ഭരണകാര്യാലയത്തിന് മുന്നിൽ യൂത്ത് കോൺഗ്രസിന്റെ ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്ത പോരാട്ടത്തിന്റെ ചരിത്രം തങ്കലിപികളാൽ എഴുതി ചേർത്ത നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് നിരാഹാര സമരത്തിലായിരുന്നു. ഇതിനു മുമ്പും കാലിക്കറ്റ് സർവകലാശാലയിൽ 12 ദിവസം നീണ്ടു നിൽക്കുന്ന നിരാഹാരത്തിന് പ്രിയപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാർ നേതൃത്വം നൽകിയിട്ടുണ്ട്. അവസാനം വരെ പോരാടി അനുകൂലമായി തീരുമാനമെടുപ്പിച്ചതിന് ശേഷമാണ് അധികാരത്തിന്റെ അന്തരംഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഈ സമരത്തിന് മുഖം കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് അധികാരികളെ എത്തിച്ചതിന് ശേഷമാണ് ഈ സമരത്തിൽ നിന്ന് അന്നും നമ്മൾ പിന്മാറിയത്. ഈ സമരം, ആ സമരത്തിന്റെ ഭാഗമായി 92 ആളുകളാണ് ഇന്ന് കാലിക്കറ്റ് സർവകലാശാലയിലെ പ്യൂൺ നിയമനത്തിൽ ജോലി ചെയ്യുന്നത്. നമുക്കറിയാം, ഈ സമരം തുടങ്ങുന്നത് പ്രിയപ്പെട്ട റിയാസ് മുക്കോളിയും പാർലമെന്റ് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷൻ PR രോഹിൽനാഥുമാണ്. പ്രിയപ്പെട്ട രോഹിൽനാഥ് സമരരംഗത്ത് വളരെയേറെ പ്രയാസങ്ങൾ അനുഭവിച്ച് അദ്ദേഹത്തിന്റെ രക്തത്തിൽ സോഡിയത്തിന്റെ അളവ് വളരെ കുറഞ്ഞ് വളരെ പ്രയാസപ്പെട്ടാണ് അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഈ സമരവേദിയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റിയത്. പക്ഷേ അവിടെയും റിയാസ് മുക്കോളി തന്റെ പോരാട്ടം അവസാനം വരെ മുന്നോട്ട് പോവുകയാണ്. ഇന്ന് പ്രിയപ്പെട്ട ഈ സമരം തീർക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട പാലക്കാട് MLA ഷാഫി പറമ്പിലും നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ ജില്ലയിൽ നിന്നും MLA AP അനിൽകുമാറും എല്ലാം ഈ സമരം തീർക്കുന്നതിന് പ്രിയപ്പെട്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ VV പ്രകാശ് ഉൾപ്പെടെ ഈ സമരം തീർക്കുന്നതിന് വേണ്ടി സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് ഉൾപ്പെടെ ഈ സമരം തീർക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ വളരെ ശക്തമായ രീതിയിൽ തന്നെ നടന്നു. അതിനെല്ലാം ഉപരി ഈ സമരത്തിന് ആദ്യം മുതൽ അവസാനം വരെ ഇതിന്റെ ക്ലൈമാക്സ് വരെ റോഡിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് പ്രിയപ്പെട്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയും ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായ ഈ സമരത്തിന്റെ നമ്മുടെ എല്ലാവരുടെയും നായകനായിട്ടുള്ള പ്രിയപ്പെട്ട AK-യോടുള്ള കടപ്പാട് ഈ അവസരത്തിൽ അറിയിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, ഇതൊരു ധർമ്മ സമരമായിരുന്നു. 30 വർഷത്തോളമായി കാലിക്കറ്റ് സർവകലാശാലയിൽ CLR തസ്തികയിൽ ജോലി ചെയ്ത് 16 രൂപ തുച്ഛവേതനത്തിന് ജോലി തുടങ്ങി. ഇന്നും ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ഇവിടെ ജോലിയിൽ കയറിയ ആളുകളുണ്ട്. ഇന്ന് ഈ സമരമിരിക്കുന്ന ആളുകൾ, അവർക്ക് വേണ്ടിയുള്ള അവരുടെ ആവശ്യം എന്ന് പറയുന്നത് മനുഷ്യത്വപരമായി പരിഗണിക്കേണ്ട, അനുഭാവപൂർവ്വമായി പരിഗണിക്കേണ്ട ഒരു ആവശ്യമായിരുന്നു അവരുടേത്.
ആ ആവശ്യം പരിഗണിക്കാതെ ചില രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി അത് നീട്ടിക്കൊണ്ടുപോകാൻ കാലിക്കറ്റ് സർവകലാശാലയുടെ അധികാരികൾ ഇവിടെയുള്ളവർ ചില രാഷ്ട്രീയ പാർട്ടികളുടെ ചട്ടുകമായി മാറുന്നു എന്ന് സംശയം തോന്നിയപ്പോഴാണ് CLR തൊഴിലാളികളുടെ സമരം യൂത്ത് കോൺഗ്രസ് ഏറ്റെടുക്കുന്നത്. ആ സമരം ഏറ്റെടുത്ത് അത് ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈ സമരത്തിന്റെ അന്ത്യം എന്ന് പറയുന്നത് വിജയമാണ്. വിജയം കൈവരിക്കാതെ യൂത്ത് കോൺഗ്രസ് കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് പിരിഞ്ഞു പോകില്ല എന്ന് ആണയിട്ട് പറഞ്ഞുകൊണ്ടാണ് പ്രിയപ്പെട്ട റിയാസ് മുക്കോളിയും രോഹിൽനാഥും ഈ സമരം ആരംഭിച്ചത്. ഇന്ന് ഈ സമരം അതിന്റെ അവസാനത്തിലെത്തി നിൽക്കുന്നു. നമ്മളോട് അനുഭാവപൂർവമായി ഒരു സമീപനവും സ്വീകരിക്കാത്ത വൈസ് ചാൻസലർ ഇന്ന് നമ്മുടെ ചർച്ചയ്ക്ക് വിളിച്ചു. ആ ചർച്ചയിൽ ഒരു രാവിലെ 10 മണിക്ക് തുടങ്ങിയ ചർച്ചയാണ്. പല മേഖലകളിലുള്ള നമ്മൾ ആളുകളുമായി സംസാരിച്ചു. അവസാനം നമ്മുടെ ഡിമാൻഡ് പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ടാണ് ബംഗാളിൽ നിന്ന് നമ്മൾ പുറത്തോട്ട് വന്നത്. കാലിക്കറ്റ് സർവകലാശാലയുടെ വൈസ് ചാൻസലർ നമുക്ക് എഴുതി തന്ന ആ ഉറപ്പാണ്. അദ്ദേഹത്തിന്റെ സ്വന്തം ലെറ്റർ പാഡിൽ കാലിക്കറ്റ് സർവകലാശാലയുടെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ലെറ്റർ പാഡിൽ അദ്ദേഹം നമുക്ക് എഴുതി തന്ന ഉറപ്പാണ് എന്റെ കയ്യിലുള്ളത്. CLR പ്യൂൺ സ്ഥിര നിയമനവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഹൈക്കോടതിയിൽ ഒരുപാട് കേസുകൾ നിലവിലുണ്ട്. പല രീതിയിൽ പല ആളുകൾ കൊടുത്ത കേസുകളുണ്ട്. ആ ഹൈക്കോടതിയിലുള്ള നടപടി അതിന് ഒരു അനുകൂല ഉത്തരവ് നേടിയെടുക്കുന്നതിന് വേണ്ടി, ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി 2 ആഴ്ചക്കുള്ളിൽ നമ്മോട് പറഞ്ഞു തന്നിട്ടുള്ളത് അദ്ദേഹം എഴുതി തന്ന ആ ലെറ്റർ പാഡ്, അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ലെറ്റർ പാഡിൽ അദ്ദേഹം ഒപ്പുവെച്ച് സീൽ ചെയ്തിട്ടുള്ള മറ്റുള്ള സമര ആളുകൾക്കുമെല്ലാം ഇതിന്റെ കോപ്പി നമ്മൾ വിതരണം ചെയ്യും. കൂടുതലായിട്ട് കടന്നു പോകുന്നില്ല. ഈ സമരത്തിന് നമുക്കറിയാം, പോലീസ് നമ്മളോട് ഏറ്റവും കൂടുതൽ സഹകരിച്ചത് ഈ സമരത്തിന് പോലീസിന്റെ സഹകരണം നമുക്ക് മറക്കാതെ വയ്യ. പ്രിയപ്പെട്ട തിരുവങ്ങാടി CI ബാബുരാജ് അവർ അദ്ദേഹത്തിന്റെ വളരെ ശ്രമകരമായാണ് ഇന്നത്തെ ചർച്ച പോലും നമുക്ക് ഉണ്ടാവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. അദ്ദേഹത്തിനുള്ള കടപ്പാട് യൂത്ത് കോൺഗ്രസ് ഈ വേദിയിൽ അറിയിക്കുകയാണ്. ഈ സമരത്തിന് ആദ്യാവസാനം മുതൽ നമ്മളെക്കാളേറെ ആവേശത്തോടുകൂടി ഈ സമരത്തെ മുന്നോട്ട് നയിച്ച പ്രിയപ്പെട്ട AK നമ്മോട് ഒരു 1-2 വാക്ക് സംസാരിക്കും. ബഹുമാന്യരായ ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ കർമ്മധീരരായ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ, സ്നേഹമുള്ള ഈ സമരത്തോടെ എല്ലാ തലങ്ങളിലും വളരെ അനുകൂലമായ സമീപനം സ്വീകരിച്ച ബഹുമാന്യരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ഇവിടെ ഈ സമരത്തിന് ശ്രീ റിയാസ് മുക്കോളിയും രോഹിൽനാഥും ഈ സമരം ആരംഭിക്കുമ്പോൾ അതിൻ്റെ എല്ലാവിധ തീയതിയാണ് CLR ജീവനക്കാർ സമരം ആരംഭിച്ചത്. ആ സമരം ഗേറ്റിന് പുറത്തേക്ക് നീക്കേണ്ടി വന്നു. അവിടെ അവർക്ക് പ്രാഥമിക കൃത്യം പോലും നിർവഹിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും വീണ്ടും യൂത്ത് കോൺഗ്രസ് ഈ സമരം ഏറ്റെടുത്തുകൊണ്ട് അവരെ കൂടി ഇവിടെ ഇരുത്തിക്കൊണ്ട് ഈ സമരവുമായി മുന്നോട്ട് പോയപ്പോൾ എല്ലാ തലങ്ങളിലും ബഹുമാന്യരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഒക്കെ ഭാഗത്തുനിന്ന് അനുകൂലമായ ഒരു അനുഭാവപൂർവമായ സമീപനം, മാനസികമായി ഇവർക്ക് ഇത് ലഭ്യമാകേണ്ട ജോലിയാണ് എന്നുള്ളത് കണ്ടുകൊണ്ട് തന്നെയുള്ള ഒരു സമീപനം ഇതിനകത്ത് എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബഹുമാന്യനായ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറുടെ മുന്നിൽ പോയി ഈ കാര്യങ്ങൾ കഴിഞ്ഞ കുറേ ദിവസമായി ഇവിടെ സൂചിപ്പിച്ചതുപോലെ പലരും അവസാനം ഇന്നിപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ കഴിഞ്ഞ 2-3 ദിവസമായി നിരന്തരം ഞാൻ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ രാത്രിയും 2-3 പ്രാവശ്യം ബന്ധപ്പെട്ടു, ഇന്ന് കാലത്ത് ബന്ധപ്പെട്ടു. ഇന്നിപ്പോൾ ഏതായിരുന്നാലും അദ്ദേഹം ഒരു ചർച്ചയ്ക്ക് വിളിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഇരുന്നു കൊണ്ട് ഉണ്ടാക്കിയ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നമുക്കറിയാം, ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതിയിലടക്കം ഒട്ടനവധി കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പം അതുകൊണ്ട് തന്നെ ആ കേസുകളിലൊക്കെ തന്നെ ജീവനക്കാർക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് പരിഹരിക്കത്തക്ക രീതിയിലുള്ള നടപടികൾ വൈസ് ചാൻസലർ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഭാഗത്തു നിന്ന് സ്വീകരിക്കും. അങ്ങനെ കോടതിയുടെ ഒരു വിധി വന്നാലും ത്യാഗോജ്ജലമായ ഒരുപാട് ആ സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ആ സമരങ്ങളിൽ തന്നെ ജീവനക്കാരുടെ ആവശ്യങ്ങളെ നേടിയെടുക്കുന്നതിന് വേണ്ടി നടത്തിയ ഉജ്ജ്വലമായ പോരാട്ട ചരിത്രത്തിൽ അത് ലക്ഷ്യം കൈവരിക്കുകയും ചെയ്തതിനു ശേഷം ഒരു രണ്ടാം ഘട്ടം എന്നുള്ള നിലക്കാണ്, അതിന്റെ പൂരകം എന്നുള്ള നിലക്കാണ് ഈ സമരം. അത് അന്ന് തുടങ്ങിയ സമരത്തിന്റെ ഭാഗം തന്നെയായിരുന്നു ഇത് എന്നോ പ്രാവർത്തികമാകേണ്ടതായിരുന്നു. പക്ഷേ ഭരണമാറ്റവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ ഉണ്ടായിട്ടുള്ള പല പ്രയാസങ്ങളും ഇവിടെ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇവിടെ വളരെ അനുകൂലമായ ഒരു നിലപാട് കോടതിയുടെ തീരുമാനങ്ങൾക്ക് അനുസൃതമായി മുന്നോട്ട് പോകും, അതിനാവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് പറയുകയും കോടതിയുടെ നടപടി തന്നെ അനന്തമായി നീട്ടിക്കൊണ്ടു പോകാതെ എത്രയും പെട്ടെന്ന് അതിനു പോലും ഒരു ഡേറ്റ്, എത്രയും എന്ന് പറഞ്ഞാൽ അതും എത്രയും ആകാം, അത് പറ്റില്ല, അതിനൊരു ഡേറ്റ് വേണം എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ 2 ആഴ്ചക്കകം തന്നെ അനുകൂലമായ നിലപാട് ലഭ്യമാകുന്നതിന് വേണ്ടിയുള്ള ഒരു സമീപനം യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്ന് സ്വീകരിക്കുമെന്ന് ബഹുമാന്യനായ വൈസ് ചാൻസലർ രേഖാമൂലം എഴുതി തരികയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇവിടെ ആരംഭിച്ച ഈ ഐതിഹാസികമായ സമര പോരാട്ടം അതിന്റെ ലക്ഷ്യം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് പോകുന്നു എന്നുള്ള വളരെ അനുകൂലമായ ഒരു സമീപനം ഉണ്ടായി എന്നുള്ളതിന്റെ ഭാഗമായിക്കൊണ്ട് നമ്മൾ ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. ബഹുമാന്യനായ യൂത്ത് കോൺഗ്രസിന്റെ പാർലമെന്റ് പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ ആരോഗ്യനില പോലും കഴിഞ്ഞ 2-3 ദിവസമായി, കഴിഞ്ഞ ഞായറാഴ്ചയൊക്കെ വളരെ മോശമായ ഒരു അന്തരീക്ഷം ശ്രീ റിയാസിനുണ്ടായിരുന്നു. എന്നെ ഇവിടുന്ന് പലരും വിളിച്ചപ്പോൾ ഞാൻ വന്നപ്പോൾ വളരെ അപകടകരമായ ഒരവസ്ഥയാണ്. എനിക്ക് തന്നെ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു പിതൃതുല്യമായ, ഞാനൊരു മകനെ പോലെ സ്നേഹിക്കുന്ന ഒരു കുട്ടിയാണ്. എൻ്റെ മകൻ്റെ അതേ പ്രായമുള്ള, അതോടൊപ്പം പഠിക്കുന്ന അങ്ങനെയുള്ള റിയാസിന്റെ പിതാവടക്കമുള്ള കുടുംബാംഗങ്ങളുമായും അവന്റെ എല്ലാവരുമായും വേറെ ആ വീടുമായി ബന്ധമുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് റിയാസിന്റെ അത് കണ്ടപ്പോൾ വലിയ പ്രയാസം കഴിഞ്ഞ ഞായറാഴ്ചയൊക്കെ ഉണ്ടായി. ഞാൻ സ്വകാര്യമായി അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പിടിച്ചു നിൽക്കുന്ന രീതിയിൽ തന്നെ ഒന്നിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു തീരുമാനമാകാതെ തന്റെ ആരോഗ്യത്തെക്കാൾ വലുത് താൻ കിടക്കുന്ന ഈ കാര്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ് എന്നുള്ള ആ ഒരു ഉറച്ച ഒരു നിലപാട്, ആ നിലപാടാണ് ഇന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരുവാനുള്ള, അനുകൂലമായ സാഹചര്യങ്ങളിലേക്ക് വരുവാനുണ്ടായിട്ടുള്ള നിലപാട് എന്നുള്ള കാര്യം ഞാനിവിടെ അടിവരയിട്ട് പറയുകയാണ്. ഇങ്ങനെ ഉജ്ജ്വലമായ പോരാട്ടം നടത്തിയ എൻ്റെ പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ പാർലമെന്റ് പ്രസിഡന്റ്, എൻ്റെ പ്രിയപ്പെട്ട റിയാസ് മുക്കോളിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. അതോടൊപ്പം ബഹുമാനിയായ സഹോദരിമാർ മാറി മാറി ഇരുന്നിട്ടുണ്ട്. ആ 10-50 വയസ്സായ സഹോദരിമാരാണ് നമുക്കറിയാം. എന്നിട്ടും സഹപ്രവർത്തകന്മാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നടത്തിയ ഈ പോരാട്ടവും തുല്യതയില്ലാത്ത ഒന്ന് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ കടന്നിട്ടുള്ള 3-4 സഹോദരിമാർ ഇവിടെ കിടന്നു. കഴിഞ്ഞ 11-ാം തീയതി മുതൽ കിടന്നു. ഇന്നിപ്പോൾ ജമീല അവസാനം കിടന്നത് കഴിഞ്ഞ 2-3 ദിവസമായി കഴിഞ്ഞിട്ട് ശനിയാഴ്ച മുതൽ അലീമ എന്ന സഹോദരി ഇവിടെ ഇതോടൊപ്പം തന്നെ കിടക്കുകയാണ്. അവരവരുടെ ജീവിക്കാൻ വേണ്ടിയുള്ള, തൊഴിലിന് വേണ്ടിയുള്ള ഒരു സമരമാണ്. ഞങ്ങൾക്ക് ഇവിടെയുള്ള ബഹുമാന്യരായ എല്ലാ ആളുകളോട് സൂചിപ്പിക്കാനുള്ളത്, ഈ സമരം ഇടതുപക്ഷത്തിനെതിരായി കൊണ്ടുള്ള സമരമോ അല്ലെങ്കിൽ CPM-നെതിരായി കൊണ്ടുള്ള സമരമോ അല്ലെങ്കിൽ ഇവിടെയുള്ള വേറെ എന്തെങ്കിലും ജീവനക്കാർക്ക് തൊഴിൽ ലഭ്യമാകാതിരിക്കാൻ വേണ്ടിയുള്ള സമരമോ, ആരെങ്കിലും അവകാശങ്ങളെ പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള സമരമോ, അല്ലെങ്കിൽ ആരെങ്കിലും തൊഴിൽ ഞങ്ങൾക്ക് കിട്ടണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി നടത്തുന്ന സമരമോ അല്ല. മറിച്ച് ജീവിക്കാൻ വേണ്ടി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ യൂണിവേഴ്സിറ്റി അതിന്റെ സുവർണ ജൂബിലി ആഘോഷിക്കുമ്പോൾ ആ 1/2 നൂറ്റാണ്ട് കാലം ഈ യൂണിവേഴ്സിറ്റിയിൽ അധ്വാനിച്ചിട്ടുള്ള, ഈ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി ഇവിടെ കാഷ്വൽ ലേബർ ജോലി ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ട ഈ അങ്ങനെയുള്ള 50 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഏകദേശം ഇനി ജോലിക്കെടുത്താൽ പോലും 2-3 വർഷം മാത്രം ഇവിടെ ജോലി ചെയ്യാൻ മാത്രം സാധിക്കുന്ന അത്രയുള്ള അങ്ങനെയുള്ള അനുഭവ സമ്പന്നതയുള്ള
യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി എല്ലാം സമർപ്പിച്ചിട്ടുള്ളവരാണ് ഇവര്. ഞങ്ങൾ ഈ സമരം ഇവിടെ അവസാനിക്കുമ്പോൾ ഇത് ഞങ്ങൾക്ക് ഒരിക്കൽ കൂടി സൂചിപ്പിക്കുവാനുള്ളത്, ഞങ്ങള് ഇതൊരു വലിയ വിജയമായ ആഘോഷിക്കാൻ വേണ്ടിയല്ല, ഞങ്ങൾ ഈ പാവങ്ങൾക്ക് വേണ്ടി നടത്തിയിട്ടുള്ള ഒരു പോരാട്ടമാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വം എന്ന് മനസ്സിലാക്കി അതിനൊരു രാഷ്ട്രീയ മുഖത്തോട് കൂടി കാണാതെ, എല്ലാം രാഷ്ട്രീയമായി കാണാതെ ഒരു പാവങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു മാനുഷിക പരിഗണന, ആ പരിഗണന ബന്ധപ്പെട്ട അധികൃതർ വീണ്ടും അതിന്റെ ഗൗരവത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഇതിന്റെ ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടി ഇവിടെ ഇന്ന് എഴുതി തന്നത് അതിന്റെ ഗൗരവത്തോട് കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ഇവർക്ക് ഇത് ലഭ്യമാക്കാനും നീതി ലഭിക്കാനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ ഈ പോരാട്ടം നടത്തിയ പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് റിയാസ് മുക്കോളിക്കും പ്രിയപ്പെട്ട സഹോദരി അലീമക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ഈ പ്രദേശത്തെ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലക്കും ഈ സമരത്തിന്റെ സമരസഹായ സമിതിയുടെ ചെയർമാൻ എന്നുള്ള നിലക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രവർത്തിച്ച ഒരു വ്യക്തി എന്നുള്ള നിലക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും എല്ലാവിധ നന്ദിയും ഇത് ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ പോയതിനുള്ള കടപ്പാടും നന്ദിയും ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുകയാണ്. യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്! യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്! നേടിയെടുത്തു, നേടിയെടുത്തു! നേടിയെടുത്തു, നേടിയെടുത്തു! നേടിയെടുത്തു, നേടിയെടുത്തു! നേടിയെടുത്തു, നേടിയെടുത്തു! അവകാശങ്ങൾ നേടിയെടുത്തു! അവകാശങ്ങൾ നേടിയെടുത്തു! പ്രിയപ്പെട്ട CLR തൊഴിലാളികളെ പ്രതികരിച്ചുകൊണ്ട് ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് എന്നും രാത്രി പ്രിയപ്പെട്ട നമ്മൾ ഒരു കാര്യം, മുഴുവൻ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരും ഈ ഷീറ്റിലേക്ക് കടന്നിരിക്കണം. ഒന്ന് നമ്മുടെ മാധ്യമ പ്രവർത്തകരുണ്ട്, അതുപോലെ നമ്മുടെ സമര ഭടന്മാർക്ക് മുഴുവൻ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരും ഇരുന്നുകൊണ്ട് സഹകരിക്കണം. ഈ സമരത്തിൽ ഏറ്റവും കൂടുതൽ ഞങ്ങളൊക്കെ ആവേശഭരിതരാക്കിയത് പ്രിയപ്പെട്ട മേനക ചേച്ചിയാണ്. മേനക ചേച്ചി ഈ സമരത്തിൽ പങ്കെടുക്കുമ്പോൾ അവരുടെ കൂടെ എന്നും ഒരു കൊച്ചുകുട്ടിയുണ്ടാവും, 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന അനിരുദ്ധ്. എന്നും രാത്രി അനിരുദ്ധ് കിടക്കുന്നത് ഈ സമരപന്തല്ല. മേനക ചേച്ചിയുടെ കൂടെ രാത്രി ആ കൊതുകടി കൊണ്ട് ആ കൊച്ചുകുട്ടി കിടക്കുന്ന ആ കാഴ്ച കണ്ടാൽ ഈ സമരം ഏറ്റെടുത്ത് ഇതിനൊരു തീരുമാനമായി അത് നടപ്പിൽ വരുത്തുന്നത് വരെ ഈ സമരവുമായി മുന്നോട്ട് പോകുമെന്ന ഉറച്ച തീരുമാനമെടുക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കിയ ഒരു കാഴ്ചയായിരുന്നു പ്രിയപ്പെട്ട മേനക ചേച്ചി ഈ സമരപന്തലിൽ ഉണ്ടായിരുന്നത്. പ്രിയപ്പെട്ട മേനക ചേച്ചി ഞങ്ങളോട് ഈ സമരവുമായി ബന്ധപ്പെട്ട് സംസാരിക്കും. എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, ഞങ്ങളെ എൻ്റെ മകൻ്റെ പ്രായമുള്ള എൻ്റെ റിയാസിന് ആദ്യം ഒരു അഭിവാദ്യം അർപ്പിക്കാനുള്ളത്. അഭിവാദ്യങ്ങൾ, അഭിവാദ്യങ്ങൾ! റിയാസ് മുക്കോളിക്ക് അഭിവാദ്യങ്ങൾ! രോഹിൽ നാദിന് അഭിവാദ്യങ്ങൾ! രോഹിൽ നാദിന് അഭിവാദ്യങ്ങൾ! ആയിരം ആയിരം അഭിവാദ്യങ്ങൾ! ആയിരം ആയിരം അഭിവാദ്യങ്ങൾ! പിന്നെ ആ കുട്ടി എന്ന് പറയുന്നത് എൻ്റെ മകൻ്റെ കുട്ടിയാണ്. അവിടെ വീട്ടിൽ ആളില്ലാത്തത് കൊണ്ട് ഞാനെന്നും കൊണ്ട് നടക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ കുടുംബത്തിൻ്റെ അത്താണിയാണ്. ഈ ജോലി ഞങ്ങൾക്ക് നേടി തന്ന എല്ലാ കുട്ടികളോടും, എല്ലാവരും എൻ്റെ കുട്ടികളാണ്. എനിക്ക് എൻ്റെ മൂത്ത മകന് 33 വയസ്സായി. അത്രയും വ്യത്യാസം മക്കളാണ് ഉള്ളത്. അതുകൊണ്ട് എനിക്ക് വളരെയധികം സന്തോഷം. ഞങ്ങൾ CLRമാർക്ക് മുഴുവനും വേണ്ടി ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഞാൻ അഭിവാദ്യം അർപ്പിക്കുകയാണ്. ഇന്ന് എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഈ സമരം വളരെ വിജയിപ്പിച്ച് തന്നതിന് ഏറ്റവും അധികം സന്തോഷിക്കും ഞങ്ങളെല്ലാവരും എന്ന് പറയാൻ മാത്രമേ ഉള്ളൂ. പിന്നെ എൻ്റെ കുട്ടീൻ്റെ കാര്യോടെ എടുത്ത് പറഞ്ഞ നിതീഷിന് ഒരു പ്രത്യേക അഭിവാദ്യം അർപ്പിക്കുകയാണ്. സന്തോഷം. അഭിവാദ്യങ്ങൾ, അഭിവാദ്യങ്ങൾ! അഭിവാദ്യങ്ങൾ, അഭിവാദ്യങ്ങൾ! ആയിരം ആയിരം അഭിവാദ്യങ്ങൾ! ആയിരം ആയിരം അഭിവാദ്യങ്ങൾ! കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി! കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി! കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി! കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി! മൂവർണ്ണത്തിൽ മുങ്ങുന്നു! മൂവർണ്ണത്തിൽ മുങ്ങുന്നു! മൂവർണ്ണത്തിൽ മുങ്ങുന്നു! മൂവർണ്ണത്തിൽ മുങ്ങുന്നു! മുക്കാളി ജയിക്കുന്നു! മുക്കോളി ജയിക്കുന്നു! യൂത്ത് കോൺഗ്രസ് ജയിക്കുന്നു! യൂത്ത് കോൺഗ്രസ് ജയിക്കുന്നു! CLR ജയിക്കുന്നു! CLR ജയിക്കുന്നു! ആയിരം ആയിരം അഭിവാദ്യങ്ങൾ! ആയിരം ആയിരം അഭിവാദ്യങ്ങൾ! ആയിരം ആയിരം അഭിവാദ്യങ്ങൾ! ആയിരം ആയിരം അഭിവാദ്യങ്ങൾ! മൂവർണ്ണത്താൽ അഭിവാദ്യങ്ങൾ!
ഇവിടുത്തെ അനധ്യാപക സംഘടനകളുണ്ട്, പ്രിയപ്പെട്ട എംപ്ലോയീസ് ഫോറത്തിന്റെ, പ്രിയപ്പെട്ട യൂണിവേഴ്സിറ്റി സ്റ്റാഫ് ഓർഗനൈസേഷന്റെ, സോളിഡാരിറ്റിയുടെ ഉൾപ്പെടെയുള്ള ഈ സമരത്തിന് വലിയ പിന്തുണ ഗോപിയേട്ടൻ നമ്മളോട് സംസാരിക്കും. പിന്തുണ നൽകിയ യൂത്ത് കോൺഗ്രസിന് എല്ലാ വർക്കേഴ്സ് അസോസിയേഷന്റെ അഭിവാദ്യം അർപ്പിക്കുന്നു. ഈ ധർമ്മസമരം വിജയിപ്പിച്ച് കടന്നു എന്നതിന്റെ ഭാഗമായിട്ട് ഇത്ര 22ാമത്തെ ദിവസമാണ് നമ്മൾ ഈ നിരാഹാര സമരം അവസാനിപ്പിക്കുന്നത്. അതൊരു വിജയത്തിലേക്ക് എത്തിച്ച എല്ലാ യൂത്ത് കോൺഗ്രസുകാർക്കും എൻ്റെ അഭിവാദ്യം അർപ്പിക്കുന്നു. അവകാശങ്ങൾ നേടിയെടുത്തു. ആയിരമായിരം അഭിവാദ്യങ്ങൾ. പ്രിയപ്പെട്ട സ്റ്റാഫ് ഓർഗനൈസേഷന്റെ നേതാവ് പി പ്രേമരാജനാണ്. യൂത്ത് കോൺഗ്രസിന്റെ പാർലമെന്റ് മണ്ഡലം പ്രസിഡന്റ്, നമ്മുടെ സമരയോദ്ധാവ് ശ്രീ റിയാസ് മുക്കോളി, ശ്രീമതി അലീമ, പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ, CLR തൊഴിലാളികളെ, ആഴ്ചകളോളമായി ഈ സർവകലാശാല ക്യാമ്പസിൽ നീതിക്ക് വേണ്ടിയുള്ളൊരു പോരാട്ടം തുടങ്ങിയിട്ട് അതിന് വളരെ ഭംഗിയായ ഒരു പര്യവസാനം വന്നിരിക്കുകയാണ്. വിജയം കണ്ടേ അടങ്ങുമെന്ന രീതിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അതിന് പിന്തുണയുമായി CLR തൊഴിലാളികൾ നടത്തിയ ഐതിഹാസികമായ പോരാട്ടത്തിന് ഒരു അന്ത്യം കുറിക്കുകയാണ് ഇവിടെ. ഈ പോരാട്ടത്തിന് പിന്തുണ നൽകിയ എല്ലാ പ്രവർത്തകരോടും അഭിവാദ്യം അർപ്പിക്കുന്നു, നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. പ്രിയപ്പെട്ട ഈ സമരത്തിന്റെ ഏറ്റവും ഉജ്ജ്വലമായ പിന്തുണ ഞങ്ങൾക്ക് നൽകിയ എംപ്ലോയീസ് ഫോറത്തിന്റെ പ്രിയപ്പെട്ട മനോജേട്ടൻ, ബഹുമാനപ്പെട്ട AK അബ്ദുറഹ്മാൻ, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് അടിച്ചുകൊണ്ട് ഈ ADയുടെ മുറ്റത്ത് നിങ്ങളിവിടെ കടക്കുക എന്ന് പറഞ്ഞിട്ട് അവരെ ഈ ADയുടെ മുൻവശത്ത് തന്നെ അവരെ കൊണ്ടുവന്ന് അവർക്ക് കാവലായി നിന്ന് പൊരുതി ഈ സമരത്തിന് ഒരു അന്ത്യം കുറിച്ചത് പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ പാർലമെന്റ് പ്രസിഡന്റ് റിയാസ് മുക്കോളിയും അതുപോലെ തന്നെ പാർലമെന്റ് വൈസ് പ്രസിഡന്റ് രോഹിൽ നാഥിയും നടത്തിയ ഉജ്ജ്വലമായ സമരം. ആ സമരത്തിനൊടുവിൽ റിയാസ് മുക്കോളി ഇവിടെ ഈ സമരത്തിൽ എനിക്ക് പറയുവാനുള്ളത്, റിയാസ് മുക്കോളി എന്ന് പറഞ്ഞാൽ പുലിയല്ല, പുലിയെ പിടിക്കുന്ന പുലിമുരുകനാണ്. അപ്പോ ഈ പുലിമുരുകനെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് ഫോറത്തിന്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. പ്രിയപ്പെട്ടവരെ, ഈ സമരം, ഈ ധർമ്മ സമരം നമ്മൾ വിജയിച്ചിരിക്കുന്നു. ഈ നിരാഹാര സമരം ഇവിടെ അവസാനിപ്പിക്കാൻ പോകുന്നു. പോരാട്ടത്തിൽ എന്നും മുന്നിലാണ് റിയാസ് മുക്കോളിയും യൂത്ത് കോൺഗ്രസും എന്ന് തെളിയിച്ചുകൊണ്ട് ഈ നിരാഹാര സമരത്തിൽ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട റിയാസ് മുക്കോളിക്കും പ്രിയപ്പെട്ട അലീമ അവർക്കും ഇളനീര് നൽകുന്നതിന് പ്രിയപ്പെട്ട AK അബ്ദുറഹ്മാൻ അവർകളും അതുപോലെ തന്നെ CLR തൊഴിലാളികളുടെ ഭാഗത്തു നിന്ന് പ്രിയപ്പെട്ട ജമീല അവറുകളും പ്രിയപ്പെട്ട ഉണ്ണിമേതുക്ക അവറുകൾ എല്ലാവരും ഉണ്ട്. ഈ സമരത്തിന് കടന്നു വന്ന മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്യുന്നു.